എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. നമ്മൾ സദൃശ്യവാക്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ശലോമോൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മക്കൾക്കുള്ളതും അല്ലെങ്കിൽ അമ്മയപ്പന്മാർക്ക് ഉള്ളതും, നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിൽ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതും നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുമാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വളരെ വലിയ ജ്ഞാനികളായി മാറും. അതുപോലൊരു വചനമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വചന സമീക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ഒരു പിതാവും അദ്ദേഹത്തിന്റെ മകളും കൂടെ ഒരു കുഞ്ഞ് കടുത്ത വെള്ളത്തിൽ അവരിങ്ങനെ യാത്ര ചെയ്ത് തുഴഞ്ഞു വരികയായിരുന്നു. അവർക്ക് വീട്ടിലേക്ക് പോകണം. പക്ഷേ ഭയങ്കര കൂരിരുട്ടാണ്. അവർക്ക് ഡിറക്ഷൻ മനസ്സിലാവുന്നില്ല, എങ്ങോട്ടാണ് പോയേണ്ടതെന്നും മനസ്സിലാവുന്നില്ല. അതോടൊപ്പം ഭയങ്കര കാറ്റും വല്ലാത്ത ഒരു എന്താ പറയുക, പ്രകൃതിയൊക്കെ അനുകൂലമായിട്ടല്ല അവർക്ക് തോന്നുന്നത്. അപ്പോൾ കുഞ്ഞ് പേടിച്ചിട്ട് ഇങ്ങനെ അപ്പനോട് പറയുന്നുണ്ട്, അപ്പോൾ നമ്മളിനി എന്തോ ചെയ്യും, നമ്മൾ എങ്ങനെ വീട്ടിലേക്ക് എത്തും, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങോട്ട് പോവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിതാവിനും ഭയങ്കര കൺഫ്യൂഷനാണ്. എന്നാലും അദ്ദേഹം ഇങ്ങനെ, നമ്മൾ പറയില്ലേ ലക്ഷ്യമില്ലാതെ തുഴയുക എന്ന്, അതുപോലെ അദ്ദേഹവും എങ്ങോട്ട് പോകണം എന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ തുഴയുന്നുണ്ട്. പക്ഷെ അതും ഡേഞ്ചറാണ്. അങ്ങനെ അവർ കുറച്ച് നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് വീട്ടിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയും, അതായത് ഈ മനുഷ്യൻ്റെ വൈഫും മകനും വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്കിങ്ങനെ മനസ്സിൽ തോന്നി, ഇതുവരെ അവർ വീട്ടിലേക്ക് എത്തിയില്ലല്ലോ, എന്തായാലും ഇരുന്ന് പ്രാർത്ഥിക്കാം. അതിനു മുന്നേ അവരൊരു കാര്യം ചെയ്തു. അവരുടെ വീടിൻ്റെ മുകളിലത്തെ ഒരു ജനാലയുണ്ട്, അതിൻ്റെ സൈഡിലായിട്ട് ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇളയ മോൻ ചോദിച്ചു, അമ്മ എന്തായി ചെയ്യുന്നത്? അമ്മ ഇവിടെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമുക്ക് നേരെ കാണാൻ പറ്റില്ല, പുറത്തോട്ടുള്ളവർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, അതിന് പല കാരണങ്ങളുണ്ട്, എന്തായാലും നീ എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവൻ ഒരുപാട് കളിയാക്കി ചിരിച്ചു. കാരണം അമ്മ എന്തൊക്കെ പൊട്ടത്തരമാണ് കാണിക്കുന്നത്, വീട്ടിനകത്ത് വെളിച്ചം കിട്ടണമെങ്കിൽ ഇങ്ങ് താഴോട്ട് കൊണ്ടുവയ്ക്കമ്മ, അല്ലാതെ മുകളിലേക്ക് വെക്കാതെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവർ പറഞ്ഞു, കുഞ്ഞെ ഞാൻ പറയുന്നത് നീ അനുസരിക്കുമോ എന്ന് പറഞ്ഞിട്ട് കൂടെ പിടിച്ചിരുത്തി. അവൻ പക്ഷേ നേരെ പ്രാർത്ഥിച്ചൊന്നുമില്ല. പക്ഷേ ഈ അമ്മ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അവരുടെ ഭർത്താവും മകളും എത്രയും വേഗം വീട്ടിലേക്ക് സേഫായിട്ട് തിരിച്ചെത്താൻ വേണ്ടി. അങ്ങനെ ഇവർ ദിശ ഏതാണെന്ന് അറിയാതെ ഇങ്ങനെ തോണി തുഴഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് ദൂരെ ഒരു എന്താ പറയുക, ഒരു കുഞ്ഞ് വെളിച്ചം അവരുടെ കണ്ണിൽ പെട്ടു. അത് എവിടെയാണെന്ന് അറിയില്ല അവർക്ക്. അപ്പോൾ ഈ മകള് പറഞ്ഞു, അപ്പം അതേ ദൂരെ ഒരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, ആ വെളിച്ചം ലക്ഷ്യമാക്കി അദ്ദേഹം ഇങ്ങനെ തുഴയാൻ തുടങ്ങി. അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം അവരവിടെ വന്നെത്തി, അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് അമ്മയും സഹോദരനൊക്കെ സന്തോഷത്തോടെ ഓടി വന്നു. എത്ര നേരമായി നിങ്ങളെ നോക്കിയിരിക്കണം, എന്ത് പറ്റി, വല്ലാത്തൊരു കാലാവസ്ഥയല്ലേ, മൊത്തം ഇരുണ്ട് മൂടിക്കിടക്കുകയല്ലേ. അപ്പം ആ പിതാവ് പറഞ്ഞു, എന്തായാലും ആ ഒരു വിളക്കുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വഴിതെറ്റാതെ ഇങ്ങ് എത്താൻ പറ്റി എന്ന് പറഞ്ഞു. ഞാൻ ആ കഥ കൂടുതലായിട്ട് പറഞ്ഞു തരാം. അതിനു മുന്നേ നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സജിത എന്നാണ്. സജിത, എവിടെ നിന്ന് വിളിക്കുന്നു? മന്നൂർ കോണം. അതെവിടാണ്? നെടുമങ്ങാട് കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നത്? ടൈലറിംഗ് ആണ്. ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ട് അല്ലേ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡും 2 മക്കളും. മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? മക്കള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. രണ്ടുപേരും? രണ്ടുപേരും ഇരട്ടകളാണ്. ഇരട്ട കുട്ടികളാണ്. ഓക്കെ. ഇതിനു മുന്നേ വിളിച്ച് സംസാരിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അന്നേരം ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ? വായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വായിക്കാറുണ്ടല്ലേ? എല്ലാ ദിവസവും വായിക്കാറുണ്ട്. ഓക്കെ. കംപ്ലീറ്റ് ആയിട്ടും ബൈബിൾ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒരിക്കൽ വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ഒരുവനെ മതത്തിൽ ചേർക്കുവാൻ എന്താണ് ചെയ്യുന്നത്? കടലും കരയും ചുറ്റി നടക്കുന്നു. ഓക്കെ, ഉത്തരം ശരിയാണ്. കടലും കരയും ചുറ്റി നടക്കുന്നു. ഓക്കെ,
അങ്ങനെ ആദ്യത്തെ Okay. ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ആ സജിത Thank പാട്ട് you. പാടുമല്ലോ? ഓ പാട്ടൊന്നും പാടില്ല. പാട്ട് പാടില്ല. ഓക്കെ, ഇഷ്ടപ്പെട്ട ഒരു വാക്യം പറയോ? സകല ജാതികളുമായുള്ള രസപ്പെടുവിൻ. ആ ബാക്കിയൊക്കെ ഇല്ല, ഓർമ്മ പോയി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരുവനെ മതത്തിൽ ചേർക്കുവാൻ കഠിന പരിശ്രമം നടത്തുന്നു. ചേർന്ന് കഴിഞ്ഞാൽ അവനെ അവർ എന്താക്കി തീർക്കുന്നു? നരകസന്തതിയാക്കുന്നു. ഓക്കെ, ഉത്തരം ശരിയാണ്. നരകസന്തതിയാക്കുന്നു. ആക്കുന്നു. ഓക്കെ, ആ അങ്ങനെ രണ്ടാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പുതിയ നിയമത്തിൽ നമ്മള് ഒരുപാട് യേശു ചെയ്ത അത്ഭുതങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ അതിൽ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഒരു അത്ഭുതം പറയോ? 5 അപ്പവും മീൻ വർദ്ധിപ്പിച്ചത്. ഓക്കെ, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതാണ് അല്ലേ? ആ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം അതായിരുന്നു അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ സാഹചര്യം എന്ന് മനസ്സിലാക്കി അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതായിരുന്നു അല്ലേ കർത്താവ് അവിടെ ചെയ്തത്? ദൈവം. ആ ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ? Okay. ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മന്ദിരത്തിലെ സ്വർണത്തെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ കടക്കാരനാകുമെന്ന് പറയുന്നവരെ എന്താണ് യേശു വിളിക്കുന്നത്? കുരുടന്മാരായ വഴികാട്ടികൾ. ഓക്കെ, ഉത്തരം ശരിയാണ്. കുരുടന്മാരായ വഴികാട്ടികൾ. വഴികാട്ടികൾ. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. ഓക്കെ. ബൈബിളില് ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞോളൂ. മോശയുണ്ട് ഇസ്രായേലിനെ വഴി നടത്തിയത്. ആ ശരി, മോശയെ കുറിച്ച് തന്നെ പറയാം അല്ലെ? മോശ തടിച്ച നാവുള്ള മനുഷ്യനായിരുന്നു അല്ലെ? തടിച്ച നാവുള്ള മനുഷ്യനായിരുന്നു. എന്നിട്ടും മോശയെ ദൈവം തെരഞ്ഞെടുത്തു. ആ അതെ. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? പറഞ്ഞ കാര്യങ്ങളൊക്കെ മോശ അതേപടി അനുസരിക്കുകയും ചെയ്തു അല്ലെ? സാധാരണ രീതിയിൽ നമുക്ക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാളെ കൊണ്ട് ഇങ്ങനെ ബറവോനോട് സംസാരിക്കണം അല്ലെ? ദൈവം പറയുന്ന കാര്യങ്ങൾ പോയി ബറവോനോട് സംസാരിക്കണം. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ വേണമെങ്കിൽ ദൈവത്തിന് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ ചൂസ് ചെയ്യാമായിരുന്നു അല്ലെ? നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചാല്. പക്ഷെ ദൈവം എപ്പോഴും തെരഞ്ഞെടുത്തത് മോശയാണ്. കാരണം എന്നാന്നറിയോ? ദൈവം എപ്പോഴും നോക്കുന്നത് അവരുടെ അനുസരണം അല്ലെങ്കിൽ അവരുടെ മനോഭാവമാണ്. ഇപ്പം എന്നോടൊരു കാര്യം പറയുമ്പോൾ ഞാനത് അനുസരിക്കുമെങ്കിൽ മാത്രമേ ദൈവം അത് എന്നെ ഏൽപ്പിക്കുള്ളൂ. അത് എന്റെ കഴിവ് നോക്കിയിട്ടല്ല. അതിനുള്ള കഴിവ് പിന്നെ ദൈവം നമുക്ക് തരുന്നതാണ് അല്ലേ? കഴിവ് ദൈവം തരുന്നേ. ഓക്കെ, അപ്പോ അങ്ങനെ മോശയെ കുറിച്ച് പറഞ്ഞു, ടെൻഷൻ ഇല്ലാതെ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, ചോദിക്കട്ടെ? നാലാമത്തെ ചോദ്യം ഇതാണ്. മൂഢന്മാരും കുരുടന്മാരുമേ ഏതാകുന്നു വലുത്? സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? ഞാൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. മൂഢന്മാരും കുരുടന്മാരുമേ ഏതാകുന്നു വലുത്? സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? മന്ദിരം തന്നെ. ഓക്കെ, ഉത്തരം ശരിയാണ്. മന്ദിരം തന്നെ. ഓക്കെ, അങ്ങനെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. വളരെ നല്ല കോളായിരുന്നു കേട്ടോ. കുറച്ച് ടെൻഷൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കോളായിരുന്നു. ഓക്കെ, അപ്പോ തുടർന്നും പ്രോഗ്രാം കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കണം. ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് സജിത. ബൈ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് സജിതയായിരുന്നു. വളരെ നല്ല കോളായിരുന്നു. എന്താ പറയാ, ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ. പാവം സജിതയൊന്നും പറയണ്ട. കാരണം എനിക്കും ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ്. അതാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ നമ്മുടെ കോൾസ് ഒക്കെ വളരെ എന്താ പറയുക, കൂളായിട്ടില്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്. അതാണ് ടെൻഷൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ എന്നാലും കറക്റ്റായിട്ട് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു. മോശയെക്കുറിച്ച് പറഞ്ഞായിരുന്നു, ഒരു വചനം പറഞ്ഞായിരുന്നു. തുടർന്നും പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ടൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ബ്യൂല. എവിടെ നിന്ന് വിളിക്കുന്നു? നെയ്യാറ്റിൻകര. എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡും 2 മക്കളും. ഹസ്ബൻഡും മക്കളും. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് പാസ്റ്ററാണ്. മക്കള് എത്ര പ്രായമുണ്ട്? മക്കള് മൂത്തയാള് നേഴ്സിംഗിന്, രണ്ടാമത്തെ ആള് 10ാം ക്ലാസ്സിൽ. രണ്ടാമത്തെ ആള് 10ാം ക്ലാസ്സിൽ പഠിക്കാണ്. ഓക്കെ, പിള്ളേരൊക്കെ സുഖായിരിക്കുന്നല്ലോ ആന്റി? സുഖായി. ഓക്കെ, പ്രോഗ്രാം കാണാറുണ്ടായിരുന്നോ?
കാണാറുണ്ട്. കാണാറുണ്ട്. എന്താണ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായം? കൊള്ളാം. കൊള്ളാം. നല്ല പ്രോഗ്രാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓ, ആദ്യത്തെ ചോദ്യം ഇതാണ്: യാഗപീഠത്തെ കൊണ്ട് സത്യം ചെയ്താൽ സാരമില്ല, പിന്നെ എന്തിനെ കൊണ്ട് സത്യം ചെയ്യുന്നവനാണ് കടക്കാരനാകുന്നത്? യാഗപീഠത്തിന്മേലുള്ള വഴിപാടിന്. ഓക്കെ, ഉത്തരം ശരിയാണ്. യാഗപീഠത്തിന്മേലുള്ള വഴിപാടിന്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ആ, ബൈബിളില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് പറയൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഹന്നയാണ്. ഹന്നയാണ് ഇഷ്ടം. എന്താണ് ഹന്നയിൽ കണ്ട പ്രത്യേകത? ഹന്ന സാഹചര്യം അവൾക്ക് വളരെ പ്രതികൂലമായിരുന്നു. സ്വന്തക്കാരും ഒക്കെ അവളെ ദുഷിച്ചു. മക്കളില്ലാത്തതിന്റെ പേരില് ഭർത്താവ് അവൾക്ക് കൂടെ നിന്നു. എങ്കിലും എല്ലാവരെക്കാളുപരി അവൾ ആശ്രയിക്കാൻ ആഗ്രഹിച്ചത് ദൈവസന്നിധി ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് അവൾ ആഗ്രഹിച്ചത് എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അതിനുള്ള മറുപടി ലഭിക്കുകയും ചെയ്യും. അതെ. അപ്പൊ നമ്മള് എത്ര എന്താ പറയാ നടക്കില്ല എന്ന് ചിന്തിക്കുന്ന കാര്യമാണെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് നടത്തി തരും അല്ലേ? തീർച്ചയായും. അതെ. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം ചോദിക്കട്ടെ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ഏതൊക്കെ നിസാര സാധനങ്ങൾക്കാണ് ദശാംശം കൊടുത്തുകൊണ്ടിരുന്നത്? തുളസി, ശതകുപ്പ, ജീരകം. ഓക്കെ, ഉത്തരം ശരിയാണ്. തുളസി, ചതകുപ്പ, ജീരകം. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഇനി 2 ചോദ്യം കൂടെ ഉള്ളൂ. പാട്ട് പാടോ? പാടും. അപ്പൊ ധൈര്യമായിട്ട് പാടിക്കോളൂ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. കൊള്ളായിരുന്നു, നന്നായിട്ട് പാടി കേട്ടോ. നല്ല ശബ്ദമായിരുന്നു, നന്നായിട്ട് പാടി. ഓക്കെ, താങ്ക് യു. മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്: നിസാര കാര്യങ്ങൾക്ക് ദശാംശം കൊടുത്തിരുന്ന കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ത്യജിച്ചു കളഞ്ഞത് എന്തെല്ലാമാണ്? ന്യായം, കരുണ, വിശ്വസ്തത. ഓക്കെ, ഉത്തരം ശരിയാണ്. ന്യായം, കരുണ, വിശ്വസ്തത. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ. ചോദിക്കട്ടെ? നാലാമത്തെ ചോദ്യം ഇതാണ്: മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊല്ലപ്പെട്ടത് ആരാണ്? സെഖര്യാവ്. ഓക്കെ, ഉത്തരം ശരിയാണ്. സെഖര്യാവ്. ഓക്കെ, അങ്ങനെ 4 ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. വളരെ നല്ല കോളായിരുന്നു. തുടർന്നും പ്രോഗ്രാം കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കണം. ഓക്കെ, ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. അപ്പൊ നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ബ്യൂല എന്ന് പറഞ്ഞ ആന്റി ആയിരുന്നു. വളരെ നല്ല കോളായിരുന്നു കേട്ടോ. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. തുടർന്നും പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ടൊരു കോൾ വരുന്നുണ്ട്. ആരാന്നു? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് നിത. നീത, എവിടെ നിന്ന് വിളിക്കുന്നു? എന്റെ വീട് മായം, അമ്പൂരിക്കടുത്ത്. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഞാന് നേഴ്സാണ്. നേഴ്സാണ്. ഓക്കെ, എവിടാണ് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ഞാന് സ്റ്റേറ്റ്സിലായിരുന്നു, പക്ഷെ ഇപ്പൊ ലീവിന് വന്നതാ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഒരു ബ്രദറുണ്ട്, പിന്നെ പപ്പായും അമ്മായും. ഓക്കെ, പ്രോഗ്രാം കാണാറുണ്ടോ? ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. യൂട്യൂബിലാണ് കൂടുതൽ കാണാറുള്ളത്. കാരണം ചാനല് പോലെ തന്നെയാണ് യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗ്. ഒരുപാട് പേര് കാണുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. തുടർന്നും പ്രോഗ്രാം കാണണം കേട്ടോ. എന്താണ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല പ്രോഗ്രാമാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ ബൈബിളും വായിക്കാറുണ്ടാവുമല്ലോ അല്ലെ? എല്ലാ ദിവസവും വായിക്കാറുണ്ട്. എല്ലാ ദിവസവും വായിക്കാറുണ്ട്. എത്ര ചാപ്റ്റേഴ്സ് വെച്ച് വായിക്കാറുണ്ടാവും? അങ്ങനെ എല്ലാ സമയം കിട്ടുന്നത് പോലെയാണ്. നേരത്തെയൊക്കെ മിനിമം 15 ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അത്രയ്ക്ക് സമയം കിട്ടാറില്ല. ഒരു ദിവസം 15 ചാപ്റ്റേഴ്സ് വായിക്കുമായിരുന്നു അല്ലേ? വായിക്കുമായിരുന്നു. വെരി ഗുഡ്.
അപ്പൊ അതൊരു ഭയങ്കര എത്ര ടൈം എടുക്കും എന്നറിയോ? അത്രയും ചാപ്റ്റേഴ്സ് ഒരുമിച്ചാണോ വായിക്കുന്നത് അതോ ടൈം സ്പ്ലിറ്റ് ചെയ്തിട്ടാണോ വായിക്കുന്നത്? അത് എന്തൊരു ടാർഗറ്റാ, മിനിമം 15 എന്ന കണക്കിന് ഞാൻ വായിക്കുമായിരുന്നു. അതിന് എത്ര സമയം എടുത്താലും ഞാനത് ഇരിക്കും. ഈവനിങ് ആണ് ഞാൻ ഇരിക്കുമായിരുന്നത് കൂടുതലും പഠിക്കുമ്പോഴൊക്കെ. ഹാ 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 ഹാ. പക്ഷെ ഇപ്പൊ അത്രയില്ല. ആഹാ, ഓക്കെ. എന്തായാലും അത് ചെയ്തിരുന്നല്ലോ, അതൊരു വലിയ കാര്യമാണല്ലോ. ഉം, ഉം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദാസന്മാർ ആരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നാണ് വിരുന്നുശാല നിറച്ചത്? പെരുവഴിയിൽ നിന്ന് കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. ഓക്കെ, ഉത്തരം ശരിയാണ്. പെരുവഴിയിൽ നിന്ന് കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും കൊണ്ടുവന്ന്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയാണ്, പാട്ട് പാടുവോ? ഇല്ല, പാട്ട് പാടില്ല, പാട്ട് കേൾക്കാറേ ഉള്ളൂ. പാട്ട് പാടില്ല, പാട്ട് കേൾക്കാറേ ഉള്ളൂ. ഓക്കെ, ഇഷ്ടപ്പെട്ട ഒരു വചനം പറയോ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. നല്ല വചനാണല്ലേ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് വന്നപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, ഒരു മനുഷ്യൻ. ഓക്കെ, കറക്റ്റ്, ഉത്തരം ശരിയാണ്. കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ബൈബിളിൽ നമ്മൾ പുതിയ നിയമത്തിൽ ഒത്തിരി ഉപമകൾ കാണുന്നുണ്ട് അല്ലേ? യേശു പറഞ്ഞ ഒരുപാട് ഉപദേശങ്ങളും ഉപമകളിലൂടെയായിരുന്നു. അപ്പോ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഒരു ഉപമ പറയോ? എനിക്ക് അതിനകത്ത് വിത്തുകളുടെ ഉപമ ഇഷ്ടമാണ്. അതായത് വിതയ്ക്കാൻ പോയതാണോ? അതെ അതെ, ഒരുവൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികിൽ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് നല്ല നിലത്ത് വീണു. ആ ഉപമ എനിക്ക് ഇഷ്ടമാണ്. അപ്പോ അതില് എന്താ പറയാ, ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആയിരിക്കണം അല്ലേ? അതെ അതെ, നമ്മൾ വിത്ത് വിതയ്ക്കാറുണ്ട്, പക്ഷെ അത് ചിലത് മാത്രമേ നല്ല നിലത്ത് വീഴാറുള്ളൂ. അത് ശരിക്കും നല്ല നിലത്ത് വീഴുന്ന ആ ഒരു എഫക്റ്റില് നമുക്ക് കിട്ടിയാൽ മാത്രമേ അത് സക്സസ് ആകത്തുള്ളൂ. അതാ സത്യമാണ്. കാരണം നമ്മൾ പേർപ്പസ്ഫുള്ളി അല്ല അല്ലെ, പലപ്പോഴും നമ്മൾ നല്ല നിലത്ത് തന്നെയായിരിക്കും ഫോക്കസ്ഡ് ആവുന്നത് അല്ലെ വിതയ്ക്കാൻ. പക്ഷെ പലതും അങ്ങനെ പോയി വീഴുന്നതാണ്. അപ്പോ എപ്പോഴും നമ്മൾ നല്ല ഒരുക്കത്തോടെയാണ് ഇരിക്കണമെങ്കിൽ നമ്മളിലേക്ക് വന്ന് വീഴുന്ന ദൈവവചനം നല്ല നിലത്ത് വീണത് പോലെ തന്നെ മുളച്ചു വരും അല്ലെ? നമ്മുടെ മനസ്സിന്റെ ഒരുക്കവും ഒരു വലിയ കാര്യമാണ് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കല്യാണ വസ്ത്രം ധരിക്കാതെ എങ്ങനെ അകത്ത് കയറി എന്ന ചോദ്യത്തിന് ഉത്തരം മുട്ടിയ മനുഷ്യനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവാൻ. ഓക്കെ, ഉത്തരം ശരിയാണ്. കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവിൻ. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ, ചോദിക്കട്ടെ. ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്: യോഹന്നാനെ ജനങ്ങൾ ആരായിട്ടാണ് പരിഗണിച്ചിരുന്നത്? ഒരു പ്രവാചകനായിട്ട്. വെരി ഗുഡ്. ഉത്തരം ശരിയാണ്, പ്രവാചകനായിട്ട്. ഓക്കെ, അങ്ങനെ 4 ചോദ്യങ്ങളും കഴിഞ്ഞു. സന്തോഷായോ? സന്തോഷായി. ഓക്കെ, എനിവേ കൺഗ്രാറ്റുലേഷൻസ്. കറക്റ്റ് ആയിട്ടാണല്ലോ എല്ലാ ആൻസേഴ്സും പറഞ്ഞത്. തുടർന്നും പ്രോഗ്രാം കാണണം, പ്രോഗ്രാമിലേക്ക് വിളിക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. അപ്പൊ നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് നിത എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു. വളരെ നല്ല കോളായിരുന്നു കേട്ടോ. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. തുടർന്നും പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കോൾസിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. ഞാനൊരു കഥ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഈ അപ്പനും മകളും കൂടെ എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് പോലും അറിയാതെ ഇരുട്ടത്ത് ആകെ തപ്പിത്തടഞ്ഞ് നിന്നപ്പോഴായിരുന്നു ആ ഒരു കുഞ്ഞു വെളിച്ചം അവർ കണ്ടത്. കാരണം അമ്മ വീട്ടിൽ കത്തിച്ചു വെച്ച ഒരു വിളക്കിന്റെ വെളിച്ചമായിരുന്നു കണ്ടത്. എന്തായാലും അത് ഫോക്കസ് ചെയ്ത് അവർ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്തു. ഇത് കണ്ട് കളിയാക്കിക്കൊണ്ടിരുന്ന ആ കുഞ്ഞിന് മനസ്സിലായില്ല ഈ വെളിച്ചം കണ്ടിട്ടാണ് ഇവർ വീട്ടിലേക്ക് വന്നതെന്നുള്ളത്. കുറെ കഴിഞ്ഞിട്ട് അവനിങ്ങനെ അവൻ്റെ സഹോദരിയായ ആ കുട്ടിയോട് ചോദിച്ചു, ചേച്ചി നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇവിടെ വന്ന് എത്തിപ്പെട്ടത്? കാരണം ഭയങ്കര ഇരുട്ടല്ലായിരുന്നോ പുറത്ത്? അപ്പോൾ അവനോട് അവൾ പറഞ്ഞു കൊടുത്തു, അതായത് അമ്മ ഇവിടെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നീ കണ്ടോന്നറിയില്ല, പക്ഷേ ഞങ്ങൾ ദൂരെ നിന്നപ്പോൾ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലെ ഞങ്ങൾ ആ വെളിച്ചം കണ്ടു.
അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഫോക്കസ് ചെയ്ത് ഇവിടെ വരെ വന്ന് എത്താൻ പറ്റിയതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ അതിൻ്റെ വാല്യൂ മനസ്സിലായത്. അമ്മ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അമ്മ ആ കാര്യം ചെയ്തത് അവൻ കണ്ടായിരുന്നു, പക്ഷെ കണ്ടപ്പോഴും അവൻ അതിൻ്റെ ആ ഒരു എന്താ പറയുക മീനിങ് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇപ്പോൾ അവർ സുരക്ഷിതമായിട്ട് വീട്ടിൽ വന്ന് ചേർന്നപ്പോഴാണ് ആ കുഞ്ഞിന് അതിൻ്റെ ആ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അമ്മ അങ്ങനെ ചെയ്തു എന്നുള്ളത് മനസ്സിലായത്. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ ഓരോ കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒന്നും നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. ഒന്നുകിലും നമ്മൾക്കത് ഇഷ്ടപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യും, അത് തർക്കിച്ചിട്ട് നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയും. ഇല്ലെങ്കിൽ നമ്മളോട് അനുസരിക്കാൻ പറയുന്ന കാര്യം എന്ത് ചെയ്യില്ല, നമ്മൾ അനുസരിക്കില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് സദൃശ്യവാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മളെ പിതാവിൻ്റെ പ്രബോധനം നമ്മൾ കേൾക്കണം, അതുപോലെ മാതാവിൻ്റെ ഉപദേശം നമ്മൾ അനുസരിക്കുകയും വേണം. കാരണം അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു സ്റ്റോറിയും കുറേ നല്ല കോൾസും ഒക്കെ ആയിട്ട് നല്ലൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവം ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.